മെയ് 1 മുതലുള്ള ATM-ലുള്ള ക്യാഷ് വിഡ്രോവൽസ് എല്ലാം ഇനി കൂടുതൽ ചിലവേറിയതാകും. കാരണം ട്രാൻസാക്ഷൻ ചാർജ് 2 രൂപയിൽ നിന്ന് 23 രൂപയാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയതുകൊണ്ടാണ് ഇത്. ഓരോ മാസവും 5 തവണ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാം. അതിനുശേഷം മാത്രമേ ഈ പറഞ്ഞ പുതിയ ചാർജുകൾ എടുക്കത്തുള്ളൂ. ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് RBI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൂടെ ചേർന്നിട്ട് ഈ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത്. RBIയുടെ സർക്കുലർ പ്രകാരം ഓരോ മാസവും നിങ്ങൾക്ക് 5 തവണ ഫ്രീ ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ക്യാഷ് വിഡ്രോവൽ മാത്രമല്ല, ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള ഇടപാടുകളും കൂടി ഉൾപ്പെടും. ഇനി മറ്റു ബാങ്കുകളുടെ ATM ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഈ 5 തവണ എന്നുള്ളത് 3 ആയിട്ട് മാറും കേട്ടോ. 5 തവണത്തെ ഫ്രീ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ഓരോ വിഡ്രോവലിനും ബാങ്കിന് 23 രൂപ സേവന നിരക്കായിട്ട് ഈടാക്കാൻ സാധിക്കും. ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടെങ്കിലും ATM യൂസ് ചെയ്യുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ATM ഓവറായിട്ട് യൂസ് ചെയ്യുന്നവർക്കുള്ള 8ന്റെ പണിയാണിത്. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് പോകും. പിന്നെ ഏറ്റവും കൂടുതൽ ഇത് ഉപകരിക്കാൻ പോകുന്നത് ബാങ്കുകൾക്ക് തന്നെയാണ്. കാരണം ATM മെയിൻ്റനൻസിന്, സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഓരോ മാസം ചിലവാകുന്ന പൈസ ഇതിലൂടെ കുറഞ്ഞു കിട്ടും. അങ്ങനെ ബാങ്കിന് കുറച്ചേറെ പൈസ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും RBIയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഇത് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരുപാട് പൈസ നഷ്ടമാകുന്നതായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു.